സംസ്ഥാനത്ത് ഇന്നും നാളെയും വേനൽ മഴയ്ക്ക് സാധ്യത. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. അലക്സ്, ഏതൊക്കെ ജില്ലയിലാണ് മഴ മുന്നറിയിപ്പുള്ളത്? വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രീനിധി, സംസ്ഥാനത്ത് പല ജില്ലകളിലും വേനൽ ചൂട്, അതായത് ചൂട് അങ്ങനെ ചുട്ടുപൊള്ളുകയാണ്. ഇതിനിടയ്ക്കാണ് അതിന് ആശ്വാസമായി വേനൽ മഴ എത്തും എന്ന മുന്നറിയിപ്പ് അല്ലെങ്കിൽ പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ ഒരുപക്ഷെ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ മഴയ്ക്കൊപ്പം ഇടിമിന്നലിന് കൂടി സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഈ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഇത് ഫെബ്രുവരിയിലെ രണ്ടാമത്തെ ന്യൂനമർദ്ദമാണ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ഫെബ്രുവരിയിലെ രണ്ടാമത്തെ ന്യൂനമർദ്ദമാണിത്. അതുകൊണ്ടാണ് ഈ മഴ സാധ്യതയും ഒപ്പം ഈ കടലുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതും. രാത്രി മൂടിക്കെട്ടിയ അന്തരീക്ഷം തുടരാൻ സാധ്യതയുണ്ട്. ഇന്നും നാളെയും മധ്യ തെക്കൻ ജില്ലകളിൽ വൈകുന്നേരം മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു. വടക്കൻ ജില്ലകളിലും അല്ലെങ്കിൽ വടക്കൻ ജില്ലകളുടെ കിഴക്കൻ മേഖലയിലും ഒറ്റപ്പെട്ട മഴ സാധ്യത നിലനിൽക്കുന്നെന്നാണ് പ്രവചനം. തീർച്ചയായും അങ്ങനെ കനത്ത ചൂടിന് ആശ്വാസമേകാൻ സംസ്ഥാനത്ത് ഇന്നും നാളെയും വേനൽ മഴയ്ക്ക് സാധ്യത. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.